നമ്മുടെ ടോപ്പിക് ഹൈ ഇൻകം സ്ക്വാഡ് എന്നാണ്. ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു സ്ക്വാഡ്. ഈ ടോപ്പിക്കോടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ജംഗ്ഷനിലാണ് നമ്മളിരിക്കുന്നത്. ഇതുവരെ ഹൈ ഇൻകം നേടിയിരുന്ന ആളുകൾ ഫോളോ ചെയ്തിരുന്നൊരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സ്കിൽ മേക്സ് യു പണിക്കാരൻ, വിൽ മേക്സ് യു പണക്കാരൻ എന്നാണ്. വിൽ എന്ന് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ്. നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ സ്കില്ല് വെച്ചുള്ള ആളുകളെ വെച്ച് പണക്കാരനാകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നന്നായി സ്റ്റിച്ച് ചെയ്യുന്നൊരു ടൈലർ, അയാളെ വെച്ച് ടെക്സ്റ്റൈൽസ് ഓണർ ബിസിനസ്സുകാരനായി പണം ഉണ്ടാക്കുന്നു. നല്ല ഗോൾഡ് സ്മിത്ത്, ഒരു സ്വർണ്ണപ്പണിക്കാരനെ വെച്ചിട്ട് ഒരു ജ്വല്ലറി ഓണർ ബിസിനസ് ചെയ്യുന്നു, പണക്കാരനാകുന്നു. ഒരു കാർപ്പൻ്റർ വെച്ചിട്ട് ഫർണിച്ചർ ബിസിനസ് ഓണർ പണക്കാരനാകുന്നു. പക്ഷേ ഈ ഒരു സമയത്തും ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതേ ബിസിനസ് ഓണേഴ്സ് ദേ ആർ ഫൈൻഡ് ഡിഫിക്കൽറ്റി ടു ഗെറ്റ് നല്ല സ്കില്ലുള്ള ആളുകളെ കിട്ടാൻ ബിസിനസ്സുകാർ പ്രയാസപ്പെടുകയാണ്. ഈ സമയത്താണ് ഹൈ ഇൻകം സ്ക്വാഡിലേക്ക് ഒരാൾ എത്താനുള്ള അയാളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്ന വില്ലും സ്കില്ലുമുള്ള ഒരാളുകളായിരിക്കും ഹൈ ഇൻകം സ്ക്വാഡിലേക്ക് എത്താനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എന്താണ് ജമീലിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഹൈ ഇൻകം സ്ക്വാഡ്? സൈഫൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും നമ്മൾ വർക്ക് ചെയ്യുന്നത് ഹൈ ഇൻകം സ്ക്വാഡ്, അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ നല്ല ഇൻകം വേണം. അത് എൻ്റർപ്രണേഴ്സ് ആകുമ്പോൾ നമ്മൾ ടേൺ ഓവർ അല്ലെങ്കിൽ പ്രോഫിറ്റ് നെറ്റ് വർത്ത് ആംഗിൾ പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ശരിക്കും ബിസിനസ് ഓണേഴ്സിന് മാത്രമല്ല ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് എല്ലാവരും ബിസിനസ് ഓണേഴ്സിന് മാത്രമേ ഉള്ളൂ ഹൈ ഇൻകം പറ്റുന്നുണ്ടാവുള്ളൂ. അങ്ങനെയല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്കിൽഡ് ഉള്ള നല്ല എംപ്ലോയീസിനും, ഇപ്പോൾ വലിയ വലിയ കമ്പനികളിലൊക്കെ സിഇഒ വർക്ക് ചെയ്യുന്ന നല്ല നല്ല എംപ്ലോയീസിനും ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മൾ പണ്ടൊക്കെ ട്രഡീഷണലി കേട്ടിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ ഹൈ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ഇൻകം, അതായത് എൻഡ് ഓഫ് ദി ഡേ പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് നമുക്ക് സിമ്പിളായിട്ട് പറയാം, ടോട്ടൽ എത്രയാണ് നമ്മുടെ ഇൻകം, അതിന് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റായി. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക എന്താണ്, എക്സ്പെൻസ് എങ്ങനെ കുറക്കാൻ പറ്റും, അതിനു വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്യും എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്പെൻസ് കുറഞ്ഞാൽ പ്രോഫിറ്റ് കൂടും, ശരിയാണ്. പക്ഷേ ഇൻകം കൂടിയാലും പ്രോഫിറ്റ് എന്താവും, കൂടുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പെൻസ് ഉണ്ടായിക്കോട്ടെ, പക്ഷെ കൂടുതലായിട്ട് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യാൻ നോക്കുക, ഇൻകം ജനറേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹൈ ഇൻകം സ്ക്വാഡിലാവാൻ പറ്റും. ശരി, ഓക്കെ. അപ്പോൾ ഒരു ഹൈ ഇൻകം സ്ക്വാഡിലേക്ക് ഒരാൾ എൻ്റർ ചെയ്യുമ്പോൾ അയാൾ ഫോളോ ചെയ്യേണ്ട ഒരു 3 സീക്രട്സ് എന്തായിരുന്നു? അല്ല, ഇത് ഒരു 3 സീക്രട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടിരിക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കോമൺ ആയിട്ടൊരു ഹൈ ഇൻകം സ്ക്വാഡ് അല്ലെങ്കിൽ ഒരു ഹൈ ഇൻകം നേടണമെങ്കിൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം ഒരു 3 ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് സിമ്പിളായിട്ട് പറയാൻ പറ്റും, ഓൾവേസ് ബിൽഡ് ഫോർ സ്കെയിൽ നോട്ട് ഫോർ സെയിൽ. അതായത് നമ്മൾ ഒരു കമ്പനി തുടങ്ങുമ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് അത് സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ തുടങ്ങുന്ന സമയത്ത് തന്നെ ആലോചിക്കുക, എൻ്റെ കമ്പനി നാളെ എനിക്ക് വിൽക്കണം, ആരെൻ്റെ കമ്പനി വന്ന് വാങ്ങിക്കുക, ഏത് ഇൻവെസ്റ്റർ എനിക്ക് കിട്ടുക, എൻ്റെ കമ്പനി അല്ലയോ ആ കമ്പനി ഇപ്പോൾ റീസെൻ്റ്ലി ന്യൂസിൽ കണ്ടു ഈ കമ്പനിക്ക് ഇത്ര പൈസ കിട്ടി, എൻ്റെ കമ്പനി വാങ്ങിക്കൂലേ, അത് സെക്കൻഡാണ്. ഫസ്റ്റ് ഫോക്കസ് ഓൺ സ്കെയിൽ. സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂ കൂടും, ഇൻകം കൂടും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമ്മുടെ ടേൺ ഓവർ കൂടിക്കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനിയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ കമ്പനി നല്ല വാല്യൂവിന് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ മോട്ടീവ് എന്തായിരിക്കണം, സ്കെയിൽ ചെയ്യാനായിരിക്കണം നമ്മുടെ മോട്ടീവ്. അല്ലാതെ ഒരു സെയിലിന് വേണ്ടി നാളെ എനിക്ക് എന്ത് ചെയ്യണം, ഞാനൊരു കമ്പനി തുടങ്ങിയിട്ട് കമ്പനി സെയിൽ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു പൈസ വേണം, അതല്ല മോട്ടീവ്. കമ്പനി തുടങ്ങുക, സ്കെയിലപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി എന്താവും, ഒരു സ്കെയിൽ ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനി ഓട്ടോമാറ്റിക്കലി സെയിൽ ചെയ്യാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ ഒന്നായി പറയാം. സെക്കൻഡ്, ഒരു ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ബിൽഡ് ചെയ്യേണ്ടത് ഓഡിയൻസിനെയാണ്, നോട്ട് ഫോളോവേഴ്സ് എന്ന് പറയാം. കാരണം ആളുകൾ ഇപ്പോൾ നോക്കുന്നത് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, അത് നമ്മുടെ റൈറ്റ് ഓഡിയൻസ് ആവില്ല. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ ബിസിനസ് ഇപ്പോൾ മെയിൻ ഇപ്പോൾ പ്രൊഫിൻസ് ആണെങ്കിൽ നമ്മുടെ ക്യാമ്പസിൽ വരുന്നത് +2 കഴിഞ്ഞ കുട്ടികളാണ്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഓഡിയൻസ് നമ്മൾ അവരെ ഫോക്കസ് ചെയ്യണം. ബാക്കി നമുക്ക് ഓക്കെ ബ്രാൻഡിങ് ഓക്കെ, പക്ഷെ ആളുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഓഡിയൻസിനല്ല നോക്കുന്നത്, ഫോളോവേഴ്സ് കൂട്ടാനാണ്.
പക്ഷെ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് റൈറ്റ് ഓഡിയൻസിന് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. എക്സ്പെൻസ് കുറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേൺ ഓവർ കൂട്ടാൻ പറ്റും. ഇക്കാര്യത്തിൽ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഫോളോവേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ, കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഫോളോവേഴ്സ് ആർ ഫോർ ഒരു സീസണൽ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളാണ് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഫോളോവേഴ്സ് നാളെ മറ്റൊരാളാണ് എങ്കിൽ അവരുടെ കൂടെ പോകും. അപ്പോൾ അവിടെയാണ് ജമീൽ പറഞ്ഞ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യം. ഓഡിയൻസ് ആർ ഫോർ എവർ. നമ്മുടെ കൂടെ ഓഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും അവർക്ക് വിൽക്കാം. പ്രൊഡക്റ്റിൽ ഇത് കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റി തരും. നമ്മുടെ ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജ്വല്ലറിയിലാണ് അദ്ദേഹം ചായപ്പൊടി വിൽക്കുന്നത്, ബസ്സിലാണ് അദ്ദേഹം ഗോൾഡ് വിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഓഡിയൻസ് ആണ്. ആ ഓഡിയൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് അവർക്ക് എന്തും കൊടുക്കാമെന്നാണ്. ഓഡിയൻസ് ആർ ഫോർ എവർ. വെരി ഗുഡ് പോയിന്റ്. വാട്ട് ഈസ് ദ തേർഡ് സീക്രട്ട്? തേർഡ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോക്കസ് ഓൺ വാട്ട് നോട്ട് ചേഞ്ച്. നോട്ട് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരാളൊരു ബിസിനസ് ചെയ്തു അത് അതേപോലെ കോപ്പി അടിക്കുക, അല്ലെങ്കിൽ ട്രെൻഡിന് പിന്നാലെ പോവാതെ നമ്മൾ ബിസിനസ് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാത്തതായിരിക്കും. പക്ഷെ അതിൽ നമ്മൾ പുതുതായിട്ട് എന്ത് കൊണ്ടുവരിക, ഇന്നോവേഷൻസ് കൊണ്ടുവന്ന് ഒരിക്കലും ചേഞ്ച് ചെയ്യാത്ത കാര്യങ്ങളിൽ ഇന്നോവേഷൻ കൊണ്ടുവരിക. അതായത് ഇപ്പോൾ സിമ്പിൾ കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെന്റ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആളുകൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വീടുണ്ടാക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കല്യാണങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നാട്ടിൽ കല്യാണം നടക്കും. ഇപ്പൊ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ മീൻ എഡ്യൂക്കേഷൻ എന്തായാലും നിർബന്ധമാണ്. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെയൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും, അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഈ കല്യാണത്തിന്റെയും വീട് വെക്കുന്നതിൻ്റെയും കാര്യം പറയുമ്പോൾ നമ്മൾ അതിലാണ് ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യണത് എങ്കിൽ, കാരണം ഒരു ആവറേജ് മലയാളി അയാളുടെ കല്യാണത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ആവറേജ് സാലറിയുടെ 5 മടങ്ങാണ്. അതുപോലെ തന്നെ വീടുമായി റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ 10-11 മടങ്ങാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ബിസിനസ് ആണ് എങ്കിൽ അതിലാണ് നമ്മൾ ടെക്നോളജി ഒക്കെ കൊണ്ടുവരുന്നത് എങ്കിൽ അതിൻ്റെ സക്സസ് കുറച്ചുകൂടി ഗ്യാരണ്ടീഡ് ആണ്. അല്ലാതെ പോയിന്റ്. അപ്പോൾ ഫോക്കസ് ചേഞ്ചിന്റെ പിന്നാലെ പോകാതെ നമ്മൾ ഇപ്പോൾ ഒരാളെ ഒരു ബിസിനസ് തുടങ്ങി അത് അതേപോലെ മറ്റാൾ ചെയ്തുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. പല ഫാക്ടേഴ്സും ഉണ്ടാവും. ഇപ്പം എല്ലാവരും നമ്മളിപ്പോൾ ഇവിടെ കൂടുതലിരിക്കുന്നത് എൻ്റർപ്രണേഴ്സാണ്. നമ്മളെപ്പോഴും നോക്കുന്നത് അവൻ്റെ ശരിയായി എൻ്റെ ശരിയാവുന്നില്ല എന്നല്ല. എല്ലാവരും ആ ഒരു റിസ്ക് എടുത്തൊരു പോയിന്റ് ഉണ്ടാവും. അത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു പേഷ്യൻ്റ് ആ ഒരു ക്ഷമയിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തരുത്. എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് കമ്പനീൻ്റെ ആ ഒരു ഫോക്കസ് തന്നെ എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒരു 3 കാര്യങ്ങൾ നമുക്കൊരു കോമൺ ആയിട്ട് 3 കാര്യങ്ങൾ പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി സൈഫുകാരോട് ചോദിക്കാം, ഒരു ഹൈ ഇൻകം സ്ക്വാഡിൻ്റെ ഒരു 3 ട്രാപ്പുകൾ, കോമൺ ഒരു പ്രശ്നങ്ങളിൽ ട്രാപ്പുകൾ എന്തൊക്കെയാണ്? ഹൈ ഇൻകം സ്ക്വാഡ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് കിട്ടാതെ പോകുന്ന കോമൺ മിസ്റ്റേക്സ്. എനിക്ക് തോന്നുന്നു ഒന്നാമത്തേത് ഒരു ബ്ലൂ ഓഷ്യൻ ട്രാപ്പ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ട്, ബ്ലൂ ഓഷ്യൻ, റെഡ് ഓഷ്യൻ. അതായത് ബ്ലൂ ഓഷ്യനിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. അത് തെറ്റാണ്. അതല്ല അതിൻ്റെ കോൺസെപ്റ്റ്. കാരണം പല ഓൺട്രപ്രണേഴ്സും പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ നടക്കുന്നത് ലോകത്ത് ആരും ചെയ്യാത്തൊരു ബിസിനസ് ചെയ്യണം, ആ ഒരു ആശയത്തെ തേടി നടക്കുകയാണ്. പലർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. പല ആളുകളും ആ ആശയമായിട്ട് വന്നു, അവർ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഇതുവരെ ചെയ്യാത്തൊരു ആശയം പറഞ്ഞാൽ അതിന് ഇന്നേ വരെ ഒരു കസ്റ്റമർ പോലും ജനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഈ പ്രൊഡക്റ്റ് എന്താണ്, സർവീസ് എന്താണ്, കസ്റ്റമറെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് സെയിൽസ് തുടങ്ങാം. അതേസമയം ഹയസ്റ്റ് കോമ്പറ്റീഷൻ ഉള്ള ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിന് ഒരുപാട് മാർക്കറ്റ് സൈസ് ഉണ്ട്. അതിലാണ് നമ്മൾ ഇന്നോവേറ്റീവ് സ്ട്രാറ്റജീസ് കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ഹൈ ഇൻകത്തിലെത്താൻ. അപ്പോൾ ഒരിക്കലും ചെയ്യാത്ത ബിസിനസ് എന്നല്ല നമ്മുടെ ആശയം വേണ്ടത്, അതിന് മാർക്കറ്റ് സൈസ് 0 ആയിരിക്കും. രണ്ടാമത്തെ ഒരു ട്രാപ്പായിട്ട് എനിക്ക് തോന്നുന്നത് റിയൽ വേൾഡ് ട്രാപ്പ് എന്നാണ്. ഇനി നമ്മുടെ കയ്യിലൊരു ആശയം പുതിയതായിട്ട് വന്നാൽ നമ്മൾ നമ്മുടെ അടുത്ത ആളുകളോട് നമ്മൾ ഈ ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരിത് പറയും, ആശയം ഇസ് വെരി ഗുഡ്, പക്ഷേ ഇതൊന്നും റിയൽ വേൾഡിൽ നടക്കില്ല. അപ്പോൾ ഈ പറയുന്ന ആളുടെ റിയൽ വേൾഡ് ആകില്ല നമ്മുടെ റിയൽ വേൾഡ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു CEO കോച്ചിങ്ങിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ അത് നമ്മളൊരു കപ്പൽ യാത്രയുടെ അന്ന് നമ്മൾ പരിചയപ്പെട്ടത് യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു. അതിൽ 5 മെൻറ്റേഴ്സിനെ കൊണ്ടുവന്നു. പുതിയ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് കോച്ചിങ് കൊടുത്തു. അതിൽ പുതിയ ബിസിനസ്സുകാർക്ക് ഫ്രീ ആയിട്ട് പ്ലാറ്റ്ഫോം കൊടുത്തു. അപ്പോൾ ഇതൊന്നും റിയൽ വേൾഡിൽ നടക്കില്ല. കാരണം ഈ പുതിയ പിള്ളേരെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് 1 രൂപ പോലും ചിലവാക്കാതെയാണ്, അവരെയൊന്നും മേടിക്കാതെയാണ് അവർക്കൊരു പ്രോഗ്രാം കൊടുത്തത്. ഇതൊന്നും ആശയമൊക്കെ കൊണ്ടാണ്, പക്ഷേ ഇതൊന്നും റിയൽ വേൾഡിൽ നടക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞു. നമ്മളത് റിയൽ വേൾഡിൽ കാണിച്ചു കൊടുത്തു, ലാഭം ഉണ്ടാക്കി. ഇന്നലെ ഈ സ്കെയിലപ്പിൽ വന്ന് സംസാരിച്ച 4 പേര് അന്ന് ആ പ്രൊജക്റ്റിൽ വന്ന കുട്ടികളാണ്. അപ്പോൾ റിയൽ വേൾഡ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ആണ്, അത് എക്സ്ക്യൂസസ് പറയുന്ന സ്പേസ് ആണ്, അതൊരു ട്രാപ്പാണ് എന്ന് കൂടിയാണ് രണ്ടാമത് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആളുകൾ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ കൺസെപ്റ്റ് നമ്മൾ പറയുന്ന സമയത്ത് അത് സക്സസ് ആണ് ഒരാൾക്ക് നെഗറ്റീവ് പറയുള്ളൂ.
ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്തായിരുന്നു, അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റൊക്കെ ആയിട്ടാണ് സൈഫൊക്കെ പറഞ്ഞത് കാറ്റലിസ്റ്റ് ഒരു കപ്പൽ യാത്ര, നമ്മളൊരു 3 ദിവസം കപ്പൽ യാത്ര, 10 ബിസിനസ് ഓണേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ നടക്കുമെന്നൊരു സാധനം ഉണ്ടാവും. പക്ഷെ അത് ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നോക്കുമ്പോൾ ഇന്നലത്തെ 4 സ്പീക്കേഴ്സ്, ഇപ്പോൾ ഇന്ന് 2 പേരുണ്ട്. അപ്പോൾ ആൾറെഡി ഇപ്പോൾ മുളക് പൊട്ടി എനിക്ക് തോന്നുന്നു ഏറ്റവും സന്തോഷം ഇപ്പോൾ നമ്മൾ ഈ ഒരു ഈവെൻറ്റിൻ്റെ ഒക്കെ ഒരു പാർട്ണർ കൂടെയാണ് ആള് മുളക് പൊട്ടി പോലത്തെ ടീം, നേവിയുടെ ടീമുണ്ട്, നോട്ടെ അൻസാർ, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ റിയൽ കേസിൽ നമ്മളൊരു സംഭവം നടക്കുമെന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സംഭവം പ്രാക്ടിക്കലി എന്താവും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതെ, എനിക്ക് മൂന്നാമത്തെ ഒരു ട്രാപ്പ് തോന്നുന്നത് ഐഡൻറ്റിറ്റി ട്രാപ്പ് എന്നുള്ളതാണ്. കാരണം ഹൈ ഇൻകം നേടണമെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞു പോയിൻ്റാണ്, ഇത് ബിസിനസ്സുകാരൻ തന്നെ ആകണം എന്നുള്ളത്. നമ്മൾ ആലോചിച്ചറിയാം 73% ബിസിനസ്സുകാരും ദേ ആർ സ്ട്രഗ്ലിങ്. അവരുടെ മന്ത്ലി ഓപ്പറേഷൻ നടക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് അവർ പോകുന്നത്. അപ്പോൾ ഒരു ഹൈ ഇൻകം നേടണമെങ്കിൽ ഒരു ബിസിനസ്സുകാരനാകണമെന്നില്ല. അതുപോലെ തന്നെ സ്കില്ല് വെച്ചിട്ട് എത്രയോ ആളുകൾ മില്യൺസ് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന ആളായാൽ മാത്രമാണ് എനിക്ക് പ്രൊഫഷൻ ഈസ് ഇറസ്പെക്റ്റീവ് ആണ് ടു ബിക്കം എ ഹൈ ഇൻകം സ്ക്വാഡ് മെമ്പർ. അപ്പോൾ ഇത് ഇറലവൻ്റ് ആണെന്നുള്ളതാണ് എൻ്റെ മൂന്നാമത്തെ ട്രാപ്പ്. ഇന്ന ആൾക്കേ പറ്റൂ എന്നുള്ളതില്ല. ദിസ് ഈസ് ദ തേർഡ് ട്രാപ്പ് എനിക്ക് തോന്നുന്നു. അല്ല, അത് ആളുകളെ മൈൻഡ് സെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ഓണേഴ്സിന് മാത്രമായിരിക്കും പെട്ടെന്ന് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. പക്ഷെ നമുക്ക് നല്ലൊരു സ്കില്ല് ഉണ്ടെങ്കിൽ നമ്മൾ ഈവൻ ദോ ഇപ്പോൾ നമ്മുടെ തന്നെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്റ്റുഡൻസൊക്കെ പുറത്ത് വലിയ MNC കമ്പനികളിലൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു നമ്മളിവിടെ പഠിച്ചൊരു സ്റ്റുഡൻറ്റ് തന്നെ അസിസ്റ്റൻറ്റ് വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, AVP ആയിട്ട്. അപ്പോൾ എംപ്ലോയി ആണ്, ബിസിനസ് അല്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സ്കില്ലുണ്ടെങ്കിൽ അത് ബിസിനസ് ആണെങ്കിലും ഇനി അല്ല ഒരു എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈ ഇൻകം സ്ക്വാഡ് നമുക്ക് നേടാൻ പറ്റും. അതെ, ഇതാണ് 3 ട്രാപ്പ്. അതുപോലെ തന്നെ നമ്മൾ 3 സീക്രട്ടും ഹൈ ഇൻകം സ്ക്വാഡിൽ പറഞ്ഞു. ഇനി നമ്മുടെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഒരു ഹൈ ഇൻകം സ്ക്വാഡ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫ്രം ഓഡിയൻസ് അങ്ങനെ ഇല്ല. ഒരു കോമൺ ആയിട്ടുള്ളൊരു എനിക്ക് തോന്നുന്നു നമ്മൾ ഞാനൊരു എംപ്ലോയി ആയിട്ട് പിന്നെ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമൊക്കെ വന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളൊരു ഹൈ ഇൻകം സ്കോഡിലൊക്കെ ഒരു എൻവിയോൺമെൻറ്റ് ഡിസൈനേഴ്സ് എന്നുള്ളതാണ്. നമുക്കൊരു ഡയറക്റ്റ് നല്ല ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമാവുകയാണ് വെച്ചെങ്കിൽ അത് കുറച്ചുകൂടി സാധ്യതയാണ് നമ്മുടെ ഇൻകം ലെവലും ഹൈ ഇൻകം ലെവലിലേക്ക് വരാനുള്ളത് എന്നുള്ളതാണ്. ഇത്രയാണ് ഉള്ളത്. യെസ്, ഓക്കെ, ഷിപ്പ് യാത്രയില്ല. ഓക്കെ, അതൊരു CEO കോച്ചിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ബിസിനസ് ആസ്പിറൻസ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് 3 രീതിയിൽ നമ്മൾ അവരെ അതിലേക്ക് വെൽക്കം ചെയ്തു. ഒരു CEO കോച്ചിങ്, അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് വർക്ക്ഷോപ്പ്, അതുപോലെ തന്നെ ഒരു മെൻറ്ററിങ്. അപ്പോൾ ഇതിലാദ്യം ഞാനൊരു 2 വേർഡും ഡിഫൈൻ ചെയ്യാണ്. മെൻറ്ററിങ്ങും കോച്ചിങ്ങും തമ്മിലുള്ളൊരു വ്യത്യാസം. മെൻറ്ററിങ് എന്ന് പറയുന്ന ആൾ ഓൾറെഡി സക്സസ്ഫുള്ളായ ഒരു ബിസിനസ്സുകാരനാണ്, അയാൾക്ക് മെൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അയാളുടെ എക്സ്പീരിയൻസസ്, അയാൾക്ക് വന്ന ജീവിതത്തിൽ വന്ന ഫെയിലിയേഴ്സ്, അതുപോലെ തന്നെ സക്സസ്ഫുള്ളായ കാര്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി 5 മെൻറ്റേഴ്സ് ആയിരുന്നു ആ കപ്പൽ യാത്രയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ നമ്മുടെ ജമീലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫൈനാൻസ് മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് ആയിരുന്നു അദ്ദേഹം അതിലേക്ക് ഷെയർ ചെയ്തത്. കോച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ഫ്രെയിം വർക്ക് കൊടുക്കുക ബിസിനസ്സുകാർക്ക്, സ്ട്രാറ്റജി മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പോളിസീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു കോച്ച് ഒരു പക്ഷേ അയാൾ സക്സസ് ആയ ആളായിക്കോണമെന്നില്ല ബിസിനസ്സിൽ. ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ കോച്ച് വിരാട് പോലെ കളിക്കണം എന്നില്ലല്ലോ, പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രെയിംസ് കൊടുക്കാൻ പറ്റും, ഓരോരോ റൈറ്റ് പേഴ്സണെ എങ്ങനെയാണ് ഹയർ ചെയ്യുക. അപ്പോൾ അതും ആ പ്രോഗ്രാമിനുണ്ടായിരുന്നു. മൂന്നാമത്തത് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ എങ്ങനെ ഇന്നത്തെ കാലത്ത് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഓൾറെഡി ഒരു വിഷ്ണു വാസുദേവൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മൗലാന ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറാണ്, അദ്ദേഹമാണ് ആ കാര്യങ്ങളിൽ അവർക്ക് ഗൈഡൻസ് കൊടുത്തത്. അപ്പോൾ ഇത് 3 കൂടിയ ഒരു പാക്കേജ് ആയിരുന്നു കാറ്റലിസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്രോഗ്രാമിലേക്ക് കൊടുത്തത്. അതിനകത്തൊരു ആശയം വരുന്നത് തന്നെ
ഈ സ്കെയിലപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയോളജിയിൽ നിന്നാണ് നമുക്കത് വന്നത്. അത് നമ്മൾ ധനം മാഗസിനിൽ അതിൻ്റെ ഒരു ആർട്ടിക്കിളൊക്കെ ഇട്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വേർഷൻ അത് ഏകദേശം കഴിഞ്ഞ വർഷം 1200 പേരോളം അതിലേക്ക് അപ്ലൈ ചെയ്തിരുന്നു. ഓരോരോ ഘട്ടത്തിൽ അവരെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് അവസാനം 10 പേരെയാണ് നമ്മൾ ഷിപ്പിലേക്ക് ഓൺബോർഡ് ചെയ്തത്. പക്ഷേ ബാക്കി ഇപ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണൽ ബ്രാൻഡിങ് വർക്ക്ഷോപ്പും CEO കോച്ചിങ്ങും ഒരുവിധം എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിൽ ഫൈനലി അതിൽ നിന്ന് സക്സസ് ആയി വരുന്ന ആളുകളെ ഈ മെൻറ്ററിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിലൊരു കാര്യം ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഷിപ്പിലാകുമ്പോൾ നമ്മൾ കണ്ടൊരു പോസിറ്റീവ്, ഒരു 3 ദിവസം അവിടെ നമുക്ക് ഫോണ് നെറ്റ്വർക്ക് കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 3 ദിവസം കംപ്ലീറ്റ്ലി നമുക്ക് ഫോൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്നും ഉണ്ടാവില്ല. നമ്മളൊരു 10 പേര്, 10 ബിസിനസ് യങ് എൻ്റർപ്രണേഴ്സും ഒരു 5 മെൻറ്റേഴ്സും. അപ്പോൾ നമ്മൾ ടീമായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ അതായിരുന്നു കാറ്റലിസ്റ്റ് പ്രൊജക്റ്റ്. ഈ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്യട്ടെ. നമ്മൾ വാട്ട് റിസൾട്ട് മേക്സ് എന്നുള്ളതാണല്ലോ. ഇന്നലത്തെ ഇവിടുത്തെ പ്രോഗ്രാമിൽ ഇന്നുമായിട്ട് ഏകദേശം അതിൽ 6 പേര് അവരവിടെ റിസൾട്ട് ഷോക്കേസ് ചെയ്യാൻ ഇവിടെ എത്തി എന്നുള്ളത് കൂടുതൽ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ടു ബി പ്രൗഡ്. വെരി താങ്ക് യു. Thank you so much for inspiring all of us with all your different ideas and motives. So let me welcome Mr. Ibnu Jala from Fincoversity to hand over a token of appreciation to both these speakers. So let's give it up for Mr. Ibnu Jala, the founder and the person behind Fincoversity. Nalloru kaiyadi kodukkato, please, everybody together. Handing this over to Mr. Mohammed Zamil, CEO of Profins. സോ നമ്മുടെ സ്കെയിൽ അപ്പ് കോൺക്ലേവ് 2026 എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് പറയുന്ന ഒരു പേര് കൂടിയാണ് പ്രോഫിറ്റ്സ്. സോ പ്രോഫിറ്റ്സ് നമുക്ക് തരുന്ന ഈ ഒരു സപ്പോർട്ട് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഓൾ ഓഫ് us here in Scale Up. And yes, next we have Mr. Saifuddin MV, founder and CEO of the Growth Companion Universe. Over to Mr. Saifuddin MV.